വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് പരിചയപ്പെടുത്താനായിട്ടാണ്. അതായത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ചേർന്നുള്ളൊരു അടിപൊളി സ്ട്രാറ്റജി. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫാക്ടറൽ ആൻഡ് CCI ആണ് നമ്മൾ ഇന്നത്തെ സ്ട്രാറ്റജിയിൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ആദ്യം ഈ കോമ്പസ് സൈക്കിളിൽ പോയതിന് ശേഷം നിങ്ങൾ ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്യുക. ഇൻഡിക്കേറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾ CCI എന്നൊരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും CCI. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പീരീഡ് നിങ്ങൾക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഈ ഓവർബോട്ട് എന്നുള്ളതിൽ ഈ ഓവർബോട്ട് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം 100 മാറ്റിയിട്ട് നിങ്ങൾ 200 ആക്കി കൊടുക്കുക. 200 ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നില്ല. എന്നിട്ട് അടുത്തത് നിങ്ങൾ ഒന്നും കൂടി ഇൻഡിക്കേറ്റേഴ്സിൽ പോയതിന് ശേഷം CCI എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. CCI അല്ല, ഫാക്ടറൽ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഫാക്ടറൽ എന്നുള്ളൊരു ഓപ്ഷൻ. അത് നിങ്ങൾ ഒരുപാട് ഫാക്ടറലിനെ കുറിച്ചുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ വെറും ഫാക്ടറലിന് മാത്രമുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം പീരീഡ് 5-ലായിരിക്കും കിടക്കുക. നിങ്ങളത് ജസ്റ്റ് ഒന്ന് 3 ആക്കി ഇടുക. 3 ആക്കിയിട്ടതിന് ശേഷം അപ്ലൈ കൊടുക്കുക. ഞാൻ ഓൾറെഡി അതും അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലെൻ്റെ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക അതെല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ. അതായത് ഇത് ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതിൽ മെയിനായിട്ട് നോക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലുള്ള ക്യാൻഡിൽസിൻ്റെ താഴെ ഒരു ലൈൻ കാണാനായിട്ട് സാധിക്കും. മനസ്സിലല്ലേ? ഞാൻ കോൾ ഓപ്ഷൻ കൊടുത്തതിൻ്റെ റീസൺ ഞാൻ പറയാം. ഈ ക്യാൻഡിൽസിൻ്റെ മേലെയും താഴെയുമായിട്ട് കുറേ ലൈൻസ് കാണാനായിട്ട് സാധിക്കുന്നില്ലേ? അപ്പോൾ ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ ഏരോ മാർക്ക് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ഏരോ മാർക്ക് ഫോം ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത സെക്കൻഡ് നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ കൊടുക്കണം. മനസ്സിലായില്ലേ? ഒരു പുട്ട് ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് വിന്നാവില്ലോ ഞാൻ പറയാം. അടുത്ത ക്യാൻഡിൽ കണ്ടില്ല, അത് ഗ്രീനാണ്, അല്ല സോറി റെഡാണ്. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാനൊന്നും കൂടി പറയാം. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ഞാനിത് സെല്ലടിച്ചു. മനസ്സിലായില്ലേ? ഞാൻ പ്രോഫിറ്റ് വന്നാൽ എന്ത് ചെയ്യും? ഞാൻ സെല്ലടിക്കും. കാരണം ഇത് അത്രയ്ക്ക് എന്താ പറയുക, വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സ്ട്രാറ്റജി അല്ല. നിങ്ങൾ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ സെല്ലടിക്കുന്നതായിരിക്കും ബുദ്ധി. കാരണം റിസ്ക് കമ്മിയാവും. മനസ്സിലായില്ല? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ കോൾ ഓപ്ഷൻ കൊടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു റെഡ് കളർ ആരോ മാർക്ക്. അപ്പോൾ റെഡ് കളർ ആരോ മാർക്ക് വന്നാൽ കോൾ കൊടുക്കണം, ഗ്രീൻ കളർ ആരോ മാർക്ക് വന്നാൽ പുട്ട് കൊടുക്കണം. മനസ്സിലായില്ല? നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞാനിവിടെ ഒരു പുട്ട് കൊടുത്തു, കാരണം അവിടെ ഗ്രീൻ കളർ ആരോ മാർക്കാണ് ഫോം ആയിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ 50 സെക്കൻഡ്സാണ്, ഞാൻ 1 മിനിറ്റാണ് ഞാൻ ടൈം ഇൻ്റർവെൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇത്തിരി കൂടി റിസ്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ കോൾ ഓപ്ഷൻ കൊടുത്തതിൽ നിങ്ങൾക്ക് ഞാൻ വെയിറ്റ് ചെയ്താണെങ്കിൽ എനിക്ക് ഫുൾ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വെയിറ്റ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ CCI എന്ന്. CCI ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് വന്നാൽ സെല്ലടിക്കുക, അതായിരിക്കും ബുദ്ധി. അവസാനം വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക. ഞാൻ വേറെ ഏതെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല സിഗ്നൽ കിട്ടുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ ഞാനിതിൽ പ്രോഫിറ്റ് വരുമ്പോൾ തന്നെ ഞാനത് സെല്ല് ചെയ്യും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെയിറ്റ്, നിങ്ങൾ ആ ക്യാൻഡിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ആയിട്ട് നിങ്ങൾ മാർക്കറ്റ് കറക്റ്റായി കൊണ്ടുപോകില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കണ്ടില്ലേ ആ ഏരോ മാർക്ക് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ട്രേഡ് മാക്സിമം ലോസ് ആയിരിക്കും. ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, ലോസ് ആയാൽ നമുക്ക് പോട്ടെ, കുഴപ്പമില്ല, നമുക്ക് തിരിച്ച് പിടിക്കാം. ഞാൻ പിന്നെയും ഒരു പുട്ട് ഓപ്ഷൻ കൊടുത്തു, കാരണം അവിടെ ഒരു ഗ്രീൻ കളർ ഏരോ മാർക്ക് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എൻട്രി പോയിൻറ്റ് ശരിയായിട്ടില്ല. ഞാൻ കറക്റ്റ് ആ ക്യാൻഡലിൻ്റെ ഓപ്പണിങ്ങിൽ കൊടുത്തതാണ് പുട്ട്, പക്ഷേ അത് താഴെയാണ് ലോക്കായത്. അപ്പോൾ എനിക്ക് പ്രോഫിറ്റ് വന്നു, ഞാൻ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ അത് സെല്ല് ചെയ്തു. മനസ്സിലായില്ലേ? എനിക്ക് $1.76 പ്രോഫിറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ലോസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത ട്രേഡിൽ അതും കൂടി ചേർത്ത് പിടിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഡിക്കേറ്റർ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഈ CCI എന്ന് പറയുന്നത് മേലത്തെ ഗ്രീൻ കളറായിട്ടുള്ള ലൈനിൽ ഓവർബോട്ട് ലൈനിൽ ടച്ച് ചെയ്ത ടൈമിൽ അതേസമയം നിങ്ങൾക്ക് ചാർട്ടിൽ ഒരു ഗ്രീൻ കളർ ആരോ മാർക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങളൊരു പുട്ട് ഓപ്ഷൻ കൊടുക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? പുട്ട് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആ ട്രേഡ് മാക്സിമം വിന്നായിരിക്കും.
ഒരു 70% മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു വിന്നിങ് റേഷ്യോ. അല്ലാണ്ട് ഒരു 90 to 95% ബോളിഞ്ചർ ബാൻഡും RSIയും പോലുള്ള നമുക്ക് അത്രയ്ക്ക് ഉറപ്പത്തിന് തരാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തായാലും ഞാനൊരു 70 to 75% നിങ്ങൾക്ക് ഞാൻ ന്യായമായിട്ടുള്ളൊരു വിന്നിങ് റേഷ്യോ ആണത്. 70 to 75% വെറുതെ തള്ളുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് വെറുതെ എപ്പോഴും ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് അക്കൗണ്ട് ഒന്ന് എടുത്ത് ജസ്റ്റ് ഈ സ്ട്രാറ്റജി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് ലൈവ് ട്രേഡ് വീഡിയോ ചെയ്യണമെന്ന് പറയണ്ടായിരുന്നു. ലൈവ് ട്രേഡ് വീഡിയോയിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഒരു അപ്ഡേറ്റ് തരാം. ലൈവ് ട്രേഡ് വീഡിയോയിൽ ഞാൻ മാക്സിമം ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഒരു 2 സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തും. അതേപോലെ തന്നെ ക്യാൻഡിൽ ഫോർമേഷൻ പരിചയപ്പെടുത്തും. അതേപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും പരിചയപ്പെടുത്തും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് എൻ്റെ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സമയനഷ്ടമോ ഒന്നും വരത്തില്ല. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയൊരു കറക്റ്റായിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ലോക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ലോക്ക് ചെയ്യാത്തതിൻ്റെ കാരണം ഓൾറെഡി ഇതൊരു മൈനർ ട്രെൻഡ് എന്ന് പറയുന്നത് അപ്പ് ട്രെൻഡാണ്. അതുമല്ലാണ്ട് അവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. ബട്ട് വേണ്ട, നമുക്ക് ഒരു ട്രേഡ് ഒഴിവാക്കിയാൽ പോട്ടെ. നമ്മൾ അത് ആലോചിച്ച് നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. മാർക്കറ്റല്ലേ, നമുക്ക് പിന്നെയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ CCAയും ഇതൊക്കെ ഉപയോഗിച്ച് മാക്സിമം നല്ല രീതിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പം ഞാനിവിടെ ഒരു കോൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പ്രോഫിറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, സെല്ല് ചെയ്തു. കാരണം ഈ റെഡ് കളർ ക്യാൻഡിലിൻ്റെ താഴെ നിങ്ങൾ കാണാനായിട്ട് സാധിക്കും ഒരു റെഡ് കളർ ഏഡോ മാർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് മേലോട്ട് പോകുമെന്നുള്ളൊരു ഡയറക്ഷനാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കോൾ ഓപ്ഷൻ കൊടുത്തപ്പോൾ എനിക്ക് $1.66 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്താണെങ്കിൽ എനിക്ക് ഫുൾ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതൊരു ഗ്രീൻ ക്യാൻഡിലാണ്. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്താണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഫുൾ പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല, കാരണം അത് റിസ്ക്കിയാണ്. മനസ്സിലായി? നിങ്ങൾ കുറച്ചും കൂടി റിസ്ക് അധികമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15 മിനിറ്റ്സോ 5 മിനിറ്റ്സൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക ടൈം ഇൻ്റർവെല്ലിൽ. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി റിസ്ക് കമ്മിയായിട്ടായിരിക്കും തരിക. നിങ്ങൾക്ക് അതേപോലെ ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ താഴെ ഒരു റെഡ് കളർ ഏരോ മാർക്ക് ഫോം ആയിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു 4 ഗ്രീൻ ക്യാൻഡിൽസ് ആണ് ഫോം ആയത്. അതായത് ഒരു അപ്പ് ട്രെൻഡിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റിനെ മനസ്സിലാക്കേണ്ടത് ഈ ഫാക്ടറിൽ ഉപയോഗിച്ചിട്ട്. ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ഒരു വാർണിംഗ് തരാം, ഈ ഫാക്ടറെല്ലാം മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അത് നല്ല ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. ഫാക്ടറിൽ മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ CCA മേലത്തെ ഓവർ ബോട്ട് ലൈനിൽ ടച്ച് ചെയ്തു. അപ്പോൾ ഞാൻ ടൈം ഇൻ്റർവെല്ലിൽ 15 മിനിറ്റ്സ് കൊടുത്തു. 15 മിനിറ്റ്സ് കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരു പുട്ട് ഓപ്ഷൻ കൊടുത്തു. ഞാനിവിടെ പുട്ട് ഓപ്ഷൻ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് സെല്ല് ചെയ്യാം, കാരണം ഓൾമോസ്റ്റ് ഒരു 50 സെൻറ്റ്സ് എനിക്ക് പ്രോഫിറ്റ് വന്നായിരുന്നു. ഞാൻ സെല്ല് ചെയ്യുന്നില്ല, കാരണം എനിക്കിത് കുറച്ചും കൂടി വിന്നിങ് റേഷ്യോ കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സെല്ല് ചെയ്തു. $1.31 എനിക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ ഇതൊരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് CCA മേലെ ടച്ച് ചെയ്തതിന് ശേഷം ഡൈവേർട്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. RSI പോലെ തന്നെയാണ് ഈ CCA ഉപയോഗിക്കുക, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം, അത് ഓരോ ടൈമിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇൻഡിക്കേറ്റർ. ഇത് ഒരുപാട് ഞാൻ നിങ്ങളെ ഇനി വെറുപ്പിക്കുന്നില്ല വീഡിയോ ലെങ്തി ആക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും ഈ വീഡിയോയിൽ ഒരു ലൈക്ക് കൊടുത്തിട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നല്ല നല്ല IQ ഓപ്ഷൻ റിലേറ്റഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിലും മറ്റുമെല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം വ്യൂസ് വളരെ കമ്മിയാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്തിനെക്കുറിച്ചിട്ടാണോ വേണ്ടത് അതിൻ്റെ ഒരു കമൻറ്റ് നിങ്ങൾ ഇട്ടിട്ട് പോവുക. ആ ടോപ്പിക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകുക. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനത്തെ വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ടെലഗ്രാം IQ ഓപ്ഷൻ ബേസ്ഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.